വലിയ സിനിമകൾക്കായിട്ട് മലയാളം ഇൻഡസ്ട്രി ശ്രമിക്കാത്ത 100% ഗ്യാരണ്ടി സർ ഉണ്ടാവും. രാജ്യവിരുദ്ധമായ പ്രവർത്തികൾ പോലീസിലെ ഒരു വിഭാഗം പണിയെന്താ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കി ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. മാഫിയ സംഘങ്ങളാണ്. ആ കൊല്ലപ്പെട്ടേക്കാൻ നമുക്കറിയാം. നമ്മുടെ ബാഹുബലിയും KGF ഒക്കെ വരും. മാഫിയ, സ്വർണ്ണക്കടത്ത്, കൊലപാതകം. പിന്നെ ഇതാണോ പണ്ട് പുള്ളി പറഞ്ഞ കേരളത്തിന്റെ KGF? ഈ കഥയിലെടുത്ത പോലീസുകാരാണ് ഹീറോസ്. സോറി നല്ല കട്ട വില്ലന്മാര്. മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? പടം പ്രസ് മീറ്റ് വിളിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഒരു ഭരണമുന്നണി MLA. ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം. എനിക്ക് ആ വ്യക്തിയെ വ്യക്തിപരമായി അറിയുന്ന ആളാണ്. ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ നീതിബോധവും തന്നെയാണ്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്. പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്നെ സൈസാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? TVNവരെ വിളിച്ച് ഉള്ളിലാക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല. അഴിമതി, പോലീസ് കൊട്ടേഷൻ തുടങ്ങി കസ്റ്റഡി കൊലപാതകം, കള്ളക്കേസ്, അന്വേഷണം, അട്ടിമറി, RSS ബന്ധം, ഫോൺ ചോർത്തലൊക്കെ പുട്ടിന് വീര പോലെ ഉണ്ടെന്ന്. ഹേമ കമ്മിറ്റി, അമ്മ കമ്മിറ്റിയും കത്തിക്കേറുന്നതിന്റെ ഗ്യാപ്പിൽ ഇത് മിസ് ചെയ്യല്ലേ. സെലിബ്രിറ്റി സ്റ്റാർ വാല്യൂ കുറവാണെങ്കിലും യൂത്ത് ഉറപ്പായിട്ട് ഇടിച്ചു കയറി അറിഞ്ഞിരിക്കേണ്ട കഥയാണ്. കണ്ടന്റ് ഈസ് ദ കിങ് ഹിയർ. അവിടെ മൂട്ടിൽ കുന്തിരിക്കിട്ട് പോച്ചതാണെങ്കിലും പോലീസിന്റെ തലപ്പത്തുള്ള ADGPയുടെ SP-യുടെ ഒക്കെ നെഞ്ചത്താണ് കരിവരുന്നത്. അതിന്റെ ഇടയിൽ ടീം വന്ന് പിടിച്ചു കുലുക്കിയതാ. ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിടാൻ നേരവും കാലവും TRP ഒക്കെ ഫിക്സ് ആക്കി നിന്നതാ. ജസ്റ്റ് മിസ്. മുന്നേ ഒരു ടീം വന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോയി. ഒടുവിൽ ബട്ട് നോട്ട് ഉണ്ണികൃഷ്ണൻ പല ഉന്നതന്മാർക്കെതിരെയും പീഡന ആരോപണവും. തോളത്തെ നക്ഷത്രമൊക്കെ കൂടി എണ്ണിക്കാണ് ചാനലേറും നാട്ടുകാരും. ഒന്നെങ്കിൽ നല്ലൊരു ഫിക്ഷണൽ സിനിമാ കഥ പോലെ ഇതും ഒരു കെട്ടുകഥയെ കടന്നുപോകും. മറിച്ചാണെങ്കിൽ രാജ്യം ഒന്നാകെ നടുങ്ങാൻ പോകുന്ന ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു ദുസ്വപ്നം സത്യമാവുകയാവും. An organized crime racket masterminded by the very own law enforcers of the state. ഞാൻ പറയാത്ത ഭാഗമുണ്ട്. PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹിന്ദുവിന്റെ ഒരു ഇന്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട്. നിങ്ങളൊരു സമയം കൊടുക്കൂ എന്നുള്ളത് ദേവകുമാറിന്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നത് ഹിന്ദുവിന്റെ മാധ്യമ പ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണ്. ഏതായാലും നിങ്ങൾ ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി. സുബ്രഹ്മണ്യൻ മറ്റൊരാളെ അന്ന് അറിയാതെ അരമണിക്കൂർ ചെയ്യാൻ പറ്റുന്നത് അത് വിശ്വസനീയമായ കാര്യമാണ്. അന്ന് അനുവദിക്കാറുണ്ടോ?